Welcome to the webinar organized by Earnest Academy. നമുക്കറിയാം കേരള വാട്ടർ അതോറിറ്റിയിൽ ലാബ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൾറെഡി നേരത്തെ വന്നതാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അതിന്റെ എക്സാം ഡേറ്റ് കൺഫേം ആയിട്ട് വന്നത്. അതുകൂടാതെ തന്നെ നമുക്കൊരു ഡീറ്റെയിൽഡ് സിലബസും PSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അക്കാഡമിയിൽ ഓൾറെഡി തന്നെ നമ്മൾ ലാബ് അസിസ്റ്റന്റിന്റെ ക്ലാസ്സുകൾ നമ്മുടേതായ ഒരു രീതിയിൽ ഒരു ടെൻറ്റേറ്റീവ് സിലബസ് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി നടത്തിക്കൊണ്ട് വരികയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സിലബസിൽ വന്ന മാറ്റങ്ങളും പുതിയ അഡിഷൻസും PSC നിർദ്ദേശിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് ഓറിയന്റേഷൻ, ആ ഒരു സിലബസിന്റെ ഓറിയന്റേഷൻ ഒക്കെ നമുക്ക് ഇന്ന് ഈ ഒരു വെബിനാറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ വൺസ് അഗെയിൻ ഐ ആം വെൽക്കമിങ് യു ഓൾ ടു ദ വെബിനാർ. ഞാൻ ഡോക്ടർ മീതു മോഹൻ, ഏണസ്റ്റ് അക്കാഡമിയിലെ ചീഫ് എഡ്യൂക്കേറ്റർ ആണ്. Now handling the Kerala Water Authority Lab Assistant Syllabus Discussion and a Study Plan. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സിലബസ്, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആ സിലബസിന്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷനും അതുകൂടാതെ തന്നെ ഒരു 60-day സ്റ്റഡി പ്ലാനുമാണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. സോ വി ക്യാൻ സ്റ്റാർട്ട്. നമുക്ക് ഇന്ന് ഒറ്റ ഒരു വെബിനാർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു 4 കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ്. എക്സാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും എക്സാമിന്റെ സിലബസിന്റെ ഡിസ്കഷനും പിന്നെ എന്ന് മുതലാണ് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്, പിന്നെ ഒരു 60-day സ്റ്റഡി പ്ലാൻ. ഓക്കെ, സോ എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി നമുക്കറിയാം. സോ ഐ വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ. കേരള സ്റ്റേറ്റ് PSC കാറ്റഗറി നമ്പർ 431/2023 ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയിലെ ലാബ് അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 25,800 to 59,300. 21 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 13 ജൂലൈ 2024. ജൂലൈ 13-നാണ് ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് മുതൽ നോക്കിയാൽ ഏകദേശം ഒരു 80 ദിവസത്തോളം നമുക്ക് ഈ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഇനി ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ളവരും ഒരു സ്മാർട്ടായിട്ട് ഒരു പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ they will score higher marks. നല്ല മാർക്സ് കിട്ടി ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കാരണം ഒരു 80 ദിവസം നമുക്ക് മുന്നിലുണ്ട്. അതിലൊരു 60 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ നമ്മളിവിടെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളൊരു 20 ദിവസത്തിനുള്ളിൽ ഒരു റിവിഷനും കുറച്ച് ടെസ്റ്റും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ തന്നെ സിലബസ് വന്ന ഉടനെ തന്നെ ഇങ്ങനൊരു വെബിനാർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 സയൻസ് സ്ട്രീം ആണ്. VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ലാബ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള കോഴ്സ് പാസ്സായിരിക്കണം എന്നുള്ളതാണ്. സോ ഞാൻ വാട്ടർ അതോറിറ്റിയെ പറ്റി ഒരു ഔട്ട്ലൈൻ പറയാം. കേരള വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കേരള ഗവൺമെന്റിന്റെ ഒരു ഓട്ടോണോമസ് അതോറിറ്റിയാണ്. മാർച്ച് 1, 1984 ഇത് ഫോം ചെയ്തത്. കേരള വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള എയിം, അവരുടെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം എന്താന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ഓഫ് വാട്ടർ സപ്ലൈ. അതായത് നമ്മുടെ സംസ്ഥാനത്തിലെ വാട്ടർ സപ്ലൈ, ജലവിതരണത്തിനെ ഡെവലപ്പ് ചെയ്യുക, അതിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുന്ന വേസ്റ്റ് വാട്ടർ, മലിനജലത്തിന്റെ കളക്ഷനും അതിന്റെ ഡിസ്പോസലും കൂടി ചെയ്യുക എന്നുള്ളതാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ജോലി. ജലവിതരണവും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുന്ന വേസ്റ്റ് വാട്ടറിന്റെ കറക്റ്റ് ആയിട്ടുള്ള കളക്ഷനും അതിന്റെ ഡിസ്പോസലും ആണുള്ളത്. കേരള വാട്ടർ അതോറിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്, തിരുവനന്തപുരത്താണ് അതിന്റെ ഹെഡ് ഓഫീസ്. ഹെഡഡ് ബൈ എ മാനേജിംഗ് ഡയറക്ടർ. ഒരു മാനേജിംഗ് ഡയറക്ടർ ഉണ്ട്. അതിന്റെ സബായിട്ട് ഒരു അക്കൗണ്ട്സ് സെക്ഷനിലെ മെമ്പർ ഉണ്ട്, ടെക്നിക്കൽ മെമ്പർ ഉണ്ട്. അതിന് താഴെയാണ് ഇത്ര ഓരോരോ ഇത് വരുന്നത്. അതിൽ നമ്മുടെ ഈ ലാബ് അസിസ്റ്റന്റ് കേരള വാട്ടർ അതോറിറ്റി ലാബ് ഒക്കെ വരുന്നത് ക്വാളിറ്റി കൺട്രോൾ ഡിവിഷൻസിന്റെ അണ്ടറിലാണ്. അതായത് ഈ റൈറ്റ് സൈഡിലുള്ള ടെക്നിക്കൽ മെമ്പർ കഴിഞ്ഞിട്ടുള്ള ഡയറക്ടർ SRI എന്ന് പറയുന്നത് സ്റ്റേറ്റ് റെഫറൻസ് ലാബാണ്. SRI എന്ന് പറയുന്നത് അതിന്റെ അണ്ടറിലുള്ള സ്റ്റേറ്റ് റെഫറൻസ് ലാബ് കൊച്ചിയിലാണ്.
അതിന്റെ അണ്ടറിലുള്ള ക്വാളിറ്റി കൺട്രോൾ ഡിവിഷൻ തിരുവനന്തപുരം, ക്വാളിറ്റി കൺട്രോൾ ഡിവിഷൻ കൊച്ചി, ക്വാളിറ്റി കൺട്രോൾ ഡിവിഷൻ കോഴിക്കോട്. ഈ 3 റീജിയന്റെ അണ്ടറിലാണ് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബുകൾ ഉള്ളത്. അതിലേക്കാണ് നമ്മൾ ഈ ലാബ് അസിസ്റ്റൻസിനെ റിക്രൂട്ട് ചെയ്യുന്ന എക്സാം എഴുതുന്നത്. അപ്പോൾ ഈ ഒരു ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത്. നമ്മൾ ഈ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഏത് സെക്ഷനിലാണ് ജോലി ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ പറഞ്ഞതേ ഉള്ളൂ. കേരള വാട്ടർ അതോറിറ്റിയുടെ ക്വാളിറ്റി കൺട്രോൾ വിങ് ആണ് ഈ ഒരു വാട്ടറിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്ന വിങ് എന്ന് പറയുന്നത്. ക്വാളിറ്റി കൺട്രോൾ വിങ് കേരള വാട്ടർ അതോറിറ്റിയുടെ അണ്ടറിൽ 85 ലാബുകളാണ് ഉള്ളത്. ആദ്യത്തെ ലാബ് എന്ന് പറയുന്നത് മെയിൻ ലാബാണ്, സ്റ്റേറ്റ് റെഫറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലാബ് എന്ന് പറയും. കൊച്ചിയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ അതിന്റെ അണ്ടറിൽ ഓരോ ജില്ലയിലും ഓരോ ലാബ് വെച്ച് ഓരോ ഡിസ്ട്രിക്ട് ലാബുകളുണ്ട്. ഓരോ ഡിസ്ട്രിക്ട് ലാബ് എന്ന് പറയുമ്പോൾ നമുക്ക് 14 ജില്ലകളാണ് ഉള്ളത്. അപ്പൊ 14 ജില്ലകൾ ഉള്ളത് തന്നെ ഓരോ ജില്ലയിലും ഓരോ ലാബ് വെച്ച് നമുക്ക് 14 ജില്ലാ ലാബുകളാണ് ഉള്ളത്, ഡിസ്ട്രിക്ട് ലാബുകൾ. അപ്പോൾ സ്റ്റേറ്റിന് ഹെഡ് ചെയ്ത് ഒരു ലബോറട്ടറി, അതിന് തത്തുല്യമായിട്ട് അല്ലെങ്കിൽ അതിന്റെ അണ്ടറിൽ ഓരോ ജില്ലയിലും ഓരോ ജില്ലാ ലാബ് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അതിന്റെയും അണ്ടറിൽ സബ് ഡിസ്ട്രിക്ട് ലാബുകൾ 70 എണ്ണം പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ചിലപ്പോൾ ഓരോ ജില്ലയിലും 3 മുതൽ 6 വരെ ലാബുകൾ വരാറുണ്ട്, സബ് ഡിസ്ട്രിക്ട് ലാബുകൾ. അങ്ങനെ കേരള വാട്ടർ അതോറിറ്റിയുടെ ക്വാളിറ്റി കൺട്രോൾ വിങ്ങില് മൊത്തത്തില് ഈ 85 ലാബുകളാണ് വാട്ടറിന്റെ ക്വാളിറ്റി, വെള്ളത്തിന്റെ ജലത്തിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നതിന് വേണ്ടി കേരള വാട്ടർ അതോറിറ്റിയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്നത്. ഈ ലാബുകളിലേക്കുള്ള ലാബ് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് നമ്മൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും എഴുതുന്നതും. ഈ ഒരു ഇതാണ് ശരിക്കുള്ള നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ക്വാളിറ്റി കൺട്രോൾ വിങ്ങിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് റെഫറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടെയാണ് നമ്മുടെ ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ വിങ്ങിന്റെ ഡയറക്ടർ ഉള്ളത്. എന്നിട്ട് ആ ഒരു സ്റ്റേറ്റ് റെഫറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 3 ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് നോർത്തേൺ കേരള, മിഡിൽ കേരള ആൻഡ് സദേൺ കേരള. അങ്ങനെ കേരളത്തിൽ നമ്മൾ 3 തട്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ട്രിവാൻഡ്രം സൈഡ് ഉള്ളതെല്ലാം ക്വാളിറ്റി കൺട്രോൾ ഡിവിഷൻ, മധ്യ കേരളം കൊച്ചി ഡിവിഷനിലാണ്, നോർത്തേൺ കേരള കോഴിക്കോട് ഡിവിഷന്റെ അണ്ടറിലാണ്. അങ്ങനെ ക്വാളിറ്റി കൺട്രോൾ ഡിവിഷൻ 3 ഡിവിഷൻസ് ആണ് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിക്ക് ഉള്ളത്. ക്വാളിറ്റി കൺട്രോൾ ഡിവിഷൻ തിരുവനന്തപുരം, ക്വാളിറ്റി കൺട്രോൾ ഡിവിഷൻ കൊച്ചി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഡിവിഷൻ കോഴിക്കോട്. എന്നിട്ട് ഈ ഓരോ ഡിവിഷന്റെ അണ്ടറിലുമാണ് വീണ്ടും സബ് ഡിവിഷൻസ് വരുന്നത്. ഇപ്പൊ തിരുവനന്തപുരം ഡിവിഷന്റെ അണ്ടറിൽ തിരുവനന്തപുരം സബ് ഡിവിഷനും ഉണ്ട്, തിരുവല്ല സബ് ഡിവിഷനും ഉണ്ട്. ബിക്കോസ് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയാണ് ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ ഡിവിഷൻ തിരുവനന്തപുരത്തിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ അതിന്റെ സബ് ഡിവിഷൻ ആയിട്ട് ക്വാളിറ്റി കൺട്രോൾ സബ് ഡിവിഷൻ തിരുവനന്തപുരവും ക്വാളിറ്റി കൺട്രോൾ സബ് ഡിവിഷൻ തിരുവല്ലയും വരുന്നുണ്ട്. ഇനി കൊച്ചി ഡിവിഷന്റെ അണ്ടറിലാണ് കൊച്ചി സബ് ഡിവിഷനും തൃശൂർ സബ് ഡിവിഷനും വരുന്നത്. അതുപോലെ തന്നെ നോർത്തേൺ കേരളയിലുള്ള കോഴിക്കോട് കോഴിക്കോട് ഡിവിഷന്റെ അണ്ടറിലാണ് കോഴിക്കോട് സബ് ഡിവിഷനും കണ്ണൂർ സബ് ഡിവിഷനും വരുന്നത്. ഇങ്ങനെയാണ് ഒരു ഹൈറാർക്കി പോകുന്നത്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞു ഈ ഓരോ ലാബുകളും വീണ്ടും ജില്ലാ ലാബുകളായിട്ട് വേർതിരിയുന്നു എന്ന് പറഞ്ഞു. നമുക്ക് 14 ജില്ലകളാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് 14 ഡിസ്ട്രിക്ട് ലാബുകളും ഉണ്ട്. 14 ഡിസ്ട്രിക്ട് ലാബുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് തിരുവനന്തപുരം ഡിവിഷന്റെ അണ്ടറിൽ സബ് ഡിവിഷന്റെ അണ്ടറിൽ വീണ്ടും തിരുവനന്തപുരം കൊല്ലവും വരുന്നു. തിരുവല്ല സബ് ഡിവിഷന്റെ അണ്ടറിൽ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകൾ വരുന്നു. കൊച്ചി സബ് ഡിവിഷന്റെ അണ്ടറിൽ എറണാകുളവും ഇടുക്കിയും വരുന്നു. തൃശൂർ സബ് ഡിവിഷന്റെ അണ്ടറിൽ തൃശൂർ, പാലക്കാട് വരുന്നു. കോഴിക്കോട് സബ് ഡിവിഷന്റെ അണ്ടറിൽ കോഴിക്കോടും മലപ്പുറം, വയനാട് ജില്ലകൾ വരുന്നു. കണ്ണൂർ സബ് ഡിവിഷന്റെ അണ്ടറിൽ ഡിസ്ട്രിക്ട് ലാബ് കണ്ണൂരും ഡിസ്ട്രിക്ട് ലാബ് കാസർഗോഡും വരുന്നു. ഇങ്ങനെ ഒരു സ്റ്റേറ്റ് റെഫറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലാബ്, അത് കഴിഞ്ഞ് 14 ജില്ലാ ലാബുകൾ. ഇനി ഈ 14 ജില്ലാ ലാബുകളും വീണ്ടും ഒന്നും കൂടി സബ് ഡിവൈഡ് ചെയ്തിട്ടാണ് സബ് ഡിസ്ട്രിക്ട് ലാബുകൾ വരുന്നത്. ഈ സബ് ഡിസ്ട്രിക്ട് ലാബുകൾ മൊത്തത്തില് 70 എണ്ണമാണ് ഉള്ളത്. അതിൽ 3 മുതൽ 7 വരെ ലാബുകൾ ഓരോ ജില്ലയുടെ അണ്ടറിലും വരാം. ക്വാളിറ്റി കൺട്രോൾ, അതായത് കേരള വാട്ടർ അതോറിറ്റിയുടെ ക്വാളിറ്റി കൺട്രോൾ വിങ്ങില് ഓരോ ജില്ലാ ലാബിന്റെ അണ്ടറിലും 3 മുതൽ 7 വരെ സബ് ഡിസ്ട്രിക്ട് ലാബുകൾ വരാം. അപ്പോൾ തിരുവനന്തപുരത്തെ അണ്ടറിൽ 7 സബ് ഡിസ്ട്രിക്ട് ലാബുകളാണുള്ളത്.
തിരുവനന്തപുരം നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ടും കേരള വാട്ടർ അതോറിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ ആയതുകൊണ്ടും തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സബ് ഡിസ്ട്രിക്ട് ലാബുകൾ ഉള്ളത്. അത് കഴിഞ്ഞ് കൊല്ലത്ത് 6 സബ് ഡിസ്ട്രിക്ട് ലാബുകളും, ആലപ്പുഴയിൽ 6, കോട്ടയത്ത് 5 ലാബുകൾ, സബ് ഡിസ്ട്രിക്ട് ലാബുകൾ, പത്തനംതിട്ടയിൽ 4 സബ് ഡിസ്ട്രിക്ട് ലാബുകൾ, എറണാകുളത്ത് 6 സബ് ഡിസ്ട്രിക്ട് ലാബുകൾ, ഇടുക്കിയിൽ 3 ലാബുകൾ, തൃശ്ശൂരിൽ 5, പാലക്കാട് 5, കോഴിക്കോട് 6, മലപ്പുറം 5, വയനാട് 4, കണ്ണൂർ 5, കാസർഗോഡ് 3. ഇങ്ങനെ ടോട്ടൽ സബ് ഡിസ്ട്രിക്ട് ലാബുകളുടെ എണ്ണം 70 ആണ്. അങ്ങനെ ഈ 85 ലാബുകളിലേക്ക് ഉള്ള ലാബ് അസിസ്റ്റന്റ് വേക്കൻസികളാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ തൽക്കാലം 21 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി കൺട്രോൾ വിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ റിക്രൂട്ട്മെന്റ്. ബിക്കോസ് നമ്മുടെ ഒരു ലാബ് അസിസ്റ്റന്റ് ഒരു ലബോറട്ടറി റിലേറ്റഡ് ജോബ് ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റി കൺട്രോൾ ലാബുകളെ പറ്റിയും വാട്ടർ അതോറിറ്റിയുടെ ഈ ഒരു വിങ്ങിനെ പറ്റിയൊക്കെ നമുക്കൊരു അവബോധം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് അതിനുവേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ കേരള വാട്ടർ അതോറിറ്റിയുടെ ക്വാളിറ്റി കൺട്രോൾ വിങ്ങുകളും അതിന്റെ സബ് ഡിവിഷൻസും ഡിസ്ട്രിക്ട് ലാബുകളും സബ് ഡിസ്ട്രിക്ട് ലാബുകളും ഉൾപ്പെടുന്ന ഒരു ഫ്ലോ ചാർട്ടാണിത്. ഓക്കെ, ഇനി നമുക്ക് കേരള വാട്ടർ അതോറിറ്റിയിലെ വെള്ളമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം അത് കേരള വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന ജലത്തിന്റെ ക്വാളിറ്റിയും നമുക്ക് നിർണ്ണയിക്കണം. മാത്രമല്ല പുറത്തുനിന്ന് കിട്ടുന്ന വാട്ടർ സാമ്പിള് കേരള വാട്ടർ അതോറിറ്റി ലാബുകളിൽ പുറത്തുള്ളവര് കൊണ്ട് അനലൈസ് ചെയ്യാൻ കൊണ്ട് തരുന്ന വാട്ടറും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക് ആയിട്ടുള്ള സിലബസിന്റെ ഡിസ്കഷനിലേക്ക് തന്നെ പോകാം. നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയിലെ സിലബസിൽ മെയിൻ ആയിട്ട് 6 പാർട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്ര ഒരു വാസ്റ്റ് സിലബസ് വരുന്നത്. ലാബ് അസിസ്റ്റന്റ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ്, MLT ആണ് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ 6 പാർട്ടുകളാണ് ഉള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് MLT ആണ്, മെഡിക്കൽ ലാബ് ടെക്നോളജി. സെക്കൻഡ് പാർട്ട് ഫിസിക്സ് ആണ്. തേർഡ് പാർട്ട് കെമിസ്ട്രി ആണ്. ഫോർത്ത് ബോട്ടണി. ഫിഫ്ത്ത് വൺ സുവോളജി ആൻഡ് സിക്സ്ത് വൺ മാത്തമാറ്റിക്സ്. ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സിലബസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിരിക്കുന്നത് ഈ മെഡിക്കൽ ലാബ് ടെക്നോളജിയിലാണ്. 100 മാർക്കില് 50 മാർക്കും ഈ ഒരു മെഡിക്കൽ ലാബ് ടെക്നോളജിയുടെ പാർട്ടിൽ നിന്നാണ് നമുക്ക് വരുന്നത്. ഫിസിക്സിന്റെ പാർട്ടിൽ നിന്ന് 15 മാർക്ക് വന്നുണ്ട്. കെമിസ്ട്രിയുടെ പാർട്ടിൽ നിന്ന് 14 മാർക്ക്. പിന്നെ ബോട്ടണി, സുവോളജി, മാത്തമാറ്റിക്സിൽ നിന്ന് 7 വീതം മാർക്കുകളാണ് ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ മെഡിക്കൽ ലാബ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ അതായത് നമ്മുടെ എഴുതുന്ന എക്സാമിന്റെ പകുതി മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനും വന്നിരിക്കുന്നത് നമ്മുടെ പാർട്ട് 1-ലാണ്. അപ്പൊ പാർട്ട് 1-ല് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്ത് സിലബസ് വന്നിട്ടുണ്ട്. ടോപ്പിക്സ് വളരെയധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റഡി പ്ലാനിൽ 60 ദിവസത്തെ പ്ലാനിൽ 30 ദിവസവും മാറ്റിവെച്ചിരിക്കുന്നത് ഈ പാർട്ട് 1 ടോപ്പിക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു ബേസിക് ആയിട്ട് നമുക്ക് ഈ മാർക്കിന്റെയും എത്ര ദിവസം പഠിക്കണം എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷന് പോകുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ആ സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എത്ര ദിവസം കൊണ്ട് പഠിച്ചു തീർത്താൽ ഈ ഒരു 60 ദിവസത്തെ പ്ലാൻ എഫക്റ്റീവ് ആയിട്ട് തീർക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. 6 പാർട്ടായിട്ടാണ് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റിന്റെ സിലബസ് വന്നിരിക്കുന്നത്. പാർട്ട് 1 MLT, പാർട്ട് 2 ഫിസിക്സ്, പിന്നീട് കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്തമാറ്റിക്സ്. അപ്പോൾ നമുക്ക് സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനും ഏതൊക്കെ മൊഡ്യൂൾ ആണെന്നും എത്ര ദിവസം കൊണ്ട് നമുക്ക് പോർഷൻസ് കവർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതാണ് വാട്ടർ അതോറിറ്റിയുടെ ഡീറ്റെയിൽഡ് സിലബസ്. കാറ്റഗറി നമ്പർ 431/2023. ഫസ്റ്റ് പാർട്ട് തന്നെ MLT ആണ്. നമുക്ക് കാണാം 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഈ ഒരു പാർട്ടിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മെഡിക്കൽ ലാബ് ടെക്നോളജി പാർട്ട് 4 മൊഡ്യൂളായിട്ട് വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 മൊഡ്യൂളുകളായിട്ടാണ് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ മൊഡ്യൂൾ 1-ന് 10 മാർക്കും
മൊഡ്യൂൾ 2-ന് 13 മാർക്ക്, മൊഡ്യൂൾ 3-ക്ക് 15 മാർക്ക്, മൊഡ്യൂൾ 4 12 മാർക്ക്. ഇങ്ങനെയാണ് ആ ഡിവിഷൻ വന്നിരിക്കുന്നത്. ടോട്ടലി ഈ ഒരു പാർട്ടിൽ നിന്ന് 50 മാർക്ക്. മൊഡ്യൂൾ 1-ൽ 10 മാർക്കിന്റെ ചോദ്യം ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള ലബോറട്ടറി ടെക്നിക്കിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബേസിക് ലബോറട്ടറി ടെക്നിക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എന്താണ് ലബോറട്ടറിയിൽ എന്തൊക്കെയുണ്ട്, എങ്ങനെയുള്ള കെമിക്കൽസ് ആണ് ലബോറട്ടറിയിൽ ഉള്ളത്, ലബോറട്ടറി പ്രിക്കോഷൻസ്, ഒരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എങ്ങനെ എടുക്കണം, പിന്നെ ലബോറട്ടറിയിൽ എന്തൊക്കെ ഗ്ലാസ് വെയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ഡിസിൻഫെക്റ്റന്റ് ആണ് യൂസ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് വേസ്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാബാണ്, എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ നമുക്ക് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ആ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. കുറെ അധികം തിയറി പാർട്ട് ആണെങ്കിൽ പോലും നമുക്ക് 10 മാർക്കിന്റെ ചോദ്യം അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഓരോ ടോപ്പിക്കും നമുക്ക് ഒന്ന് കളഞ്ഞിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരവസ്ഥ അല്ല. നമുക്കിപ്പം ഒരു 4 മാർക്ക് 5 മാർക്കിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ഒരു സെലക്റ്റീവ് നേച്ചർ കൊടുക്കാൻ പറ്റും. പക്ഷെ ഇത് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് മാത്രം തന്നെ 10 മാർക്ക് വരുന്നത് കൊണ്ട്, ഈവൻ ദോ ഇറ്റ് ഈസ് തിയറി ടൈപ്പ് ആണെങ്കിൽ പോലും, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഒന്നും നമുക്ക് വിട്ട് കളയാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് അത്രയും പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഈ ഒരു 10 മാർക്കിന്റെ ചോദ്യം നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇനി മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് 13 മാർക്കാണ്. 13 മാർക്ക് മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2-ൽ തന്നെ വീണ്ടും അതിനൊരു സബ് ഡിവിഷൻ പറയുന്നുണ്ട്. ബ്ലഡ് ആൻഡ് ഫ്ലിബോട്ടമിയിൽ 10 മാർക്ക്, പിന്നെ 3 മാർക്ക് എന്ന് പറയുന്നത് ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി 3 മാർക്ക്. അങ്ങനെ മൊഡ്യൂൾ 2-ൽ വീണ്ടും 2 സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. രണ്ടിനും കൂടെ ചേർത്താണ് 13 മാർക്ക്. അതിൽ 10 മാർക്ക് വീണ്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ബ്ലഡ് ആൻഡ് ഫ്ലിബോട്ടമിയും ഹെമറ്റോളജിയും. ബ്ലഡ് എന്ന് പറയാൻ അറിയാം, രക്തം. ഫ്ലിബോട്ടമി എന്ന് പറയുന്നത് നമ്മൾ നീഡിൽ ഉപയോഗിച്ച് ബ്ലഡ് എടുക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് ഫ്ലിബോട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് ആൻഡ് ഫ്ലിബോട്ടമിയും ഹെമറ്റോളജി എന്ന് പറയുന്നത് ബ്ലഡിനെ പറ്റിയും അല്ലെങ്കിൽ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിസോർഡേഴ്സിനെയൊക്കെ പറ്റി പഠിക്കുന്ന ആ ഒരു ശാസ്ത്രശാഖയാണ് ഈ ഹെമറ്റോളജി എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് ആൻഡ് ഫ്ലിബോട്ടമിയും ഹെമറ്റോളജിയും കൂടെ ചേർത്ത് നമുക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതും വാസ്റ്റ് ടോപ്പിക് ആണ്, പക്ഷെ കുറച്ചും കൂടി അനലിറ്റിക്കൽ ബേസ്ഡ് ആണ്. വളരെയധികം തിയറി അല്ല, പക്ഷെ ഫുൾ കംപ്ലീറ്റ് ലബോറട്ടറി അനാലിസിസ് മെത്തേഡും പ്രൊസീജിയറും ആണ്. അത് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഫസ്റ്റിലെ തുടങ്ങുന്നത് തന്നെ ബ്ലഡ് കളക്ഷൻ ആണ്. ബ്ലഡ് കളക്ഷൻ ആ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ഫ്ലിബോട്ടമി. എങ്ങനെയാണ്? കാപ്പിലറി പങ്ക്ചർ ആണ്, ആർട്ടീരിയൽ പങ്ക്ചർ ആണ്, വെയിനിലൂടെയാണ് എടുക്കുന്നത്. അങ്ങനെയുള്ള പല കാര്യങ്ങളും. പിന്നെ ഏതൊക്കെ ടൈപ്പ് ബ്ലഡ് കളക്ഷൻ ആണ്, കാപ്പിലറി ട്യൂബ് ഉപയോഗിച്ചാണോ അല്ലെങ്കിൽ സിറിഞ്ച് വെച്ച് വെയിനിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതാണോ, അതാണ് വീനസ് എന്ന് പറയുന്നത്. പിന്നെ ഏതൊക്കെ ആന്റി കൊയാഗുലൻസ് എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനായിട്ട് ബ്ലഡ് എടുത്ത് ബോട്ടിലെടുത്ത് ഷേക്ക് ചെയ്യുമ്പോൾ ഈ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ നമ്മൾ ആന്റി കൊയാഗുലൻസ് ഇട്ടിരിക്കും. അപ്പൊ അതിനെപ്പറ്റി അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ്, പിന്നെ ബ്ലഡ് സെല്ലിന്റെ സ്റ്റെയിനിങ് പ്രൊസീജിയേഴ്സ്, പിന്നെ ഏതൊക്കെ ബ്ലഡ് സെൽ ടൈപ്പ് ഉണ്ട്, അതായത് റെഡ് ബ്ലഡ് സെല്ല്, വൈറ്റ് ബ്ലഡ് സെല്ല്, പ്ലേറ്റ്ലെറ്റ്, ഇങ്ങനെയുള്ളതിന്റെ ഡിവിഷൻസും ഐഡന്റിഫിക്കേഷൻസും എല്ലാം കൂടെ ചേർത്തിട്ട് ബ്ലഡ് ആൻഡ് ഫ്ലിബോട്ടമി എന്നൊരു സബ് ടോപ്പിക് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഹെമറ്റോളജി എന്ന് പറയുമ്പം ദ സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആണ് ഹെമറ്റോളജി. ഈ ഹെമറ്റോളജിയിൽ വരുന്നത് ഹീമോസൈറ്റോമെട്രി, എങ്ങനെയാണ് ഈ ബ്ലഡ് സെൽസിനെയൊക്കെ കൗണ്ടിങ്, പിന്നെ ഹീമോഗ്ലോബിൻ എന്താണ്, ഹീമോഗ്ലോബിന്റെ എസ്റ്റിമേഷൻ എന്താണ്, പിന്നെ PCV, ESR. PCV എന്നൊക്കെ പറയുന്ന പാക്ഡ് സെൽ വോളിയം. ESR നമുക്കറിയാം, നമുക്ക് ഇൻഫെക്ഷൻസും ഫീവർ ഒക്കെ വരുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് ESR എന്ന് പറയുന്നത് എർത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് ആണ്. നോർമൽ വാല്യൂ, ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഒക്കെയാണ്. പിന്നെ ബ്ലീഡിങ് ടൈം, ക്ലോട്ടിംഗ് ടൈം, അതായത് ഒരു പേഷ്യന്റിന് ഒരു സർജറിക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രോഗിക്ക് അതിന്റെ തലേ ദിവസം തന്നെ നമ്മൾ ബ്ലീഡിങ് ടൈമും ക്ലോട്ടിംഗ് ടൈമും ടെസ്റ്റ് ചെയ്യും ആ പേഷ്യന്റിന്റെ. കാരണം ഒരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ബ്ലഡ് ഒന്നുകിൽ ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ക്ലോട്ട് ചെയ്യാതിരിക്കാം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പേഷ്യന്റിന്റെ എത്ര മിനിറ്റിനുള്ളിൽ
ബ്ലീഡിങ് എത്ര മിനിറ്റ് വരെ ആ ഒരു ഊണ്ടുണ്ടായാൽ ബ്ലീഡ് ചെയ്യും, അല്ലെങ്കിൽ എത്ര മിനിറ്റ് വരെ എടുക്കും ബ്ലഡ് ക്ലോട്ട് ആവാൻ എന്നുള്ള ടെസ്റ്റിംഗ് ആണ് ഈ ബ്ലീഡിങ് ടൈം, ക്ലോട്ടിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യും, അതിന്റെ നോർമൽ മെത്തേഡ് എന്താണ്, ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യൻ, നമ്മൾ മെക്കാനിക്കൽ യൂസ് വളരെയധികം, അതായത് നമ്മുടെ ഹ്യൂമൻ ഇന്റർഫറൻസ് വളരെ കുറച്ചിട്ടുള്ള നമ്മൾ ഈ ഹിമറ്റോളജിയിൽ യൂസ് ചെയ്യുന്ന മെഷീൻസ് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്സിനൊക്കെ പറ്റിയാണ് ഈ ഓട്ടോമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ തന്നെ ഫസ്റ്റ് പാർട്ട് തന്നെ നമുക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ബ്ലഡ് ആൻഡ് ഫ്ലിബോട്ടമി, ഹെമറ്റോളജി ഫാസ്റ്റ് ടോപ്പിക് ആണ്. സാരല്ല, നമുക്കത് ഒരു പ്ലാനിങ്ങോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ടൈം ബൗണ്ട് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് പിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത 3 മാർക്കിന്റെ ബ്ലഡ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ബാങ്ക്സ് നമുക്കറിയാം, ഹോസ്പിറ്റൽസിൽ നിന്നൊക്കെ ബ്ലഡ് ബാങ്ക്സ് ഉണ്ട്. അത് തന്നെയാണ് ബ്ലഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. പിന്നെ ഇമ്മ്യൂണോ ഹെമറ്റോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് RBC, ആന്റിജൻ ആന്റിബോഡി സ്റ്റഡി. അതിനെയാണ് ഈ ഇമ്മ്യൂണോ ഹെമറ്റോളജി എന്ന് പറയുന്നത്. ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജൻ ഏതാണ്, ആന്റിബോഡി എന്താണ്, ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം, ABO RH സിസ്റ്റം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നതാണ് ഈ ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി. പിന്നെ ട്രാൻസ്ഫ്യൂഷൻ, ഫ്ലിബോട്ടമി ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ബ്ലഡ് ബാങ്കിൽ ഉപയോഗിക്കുന്ന ആന്റി കൊയാഗുലൻസ്, പിന്നെ ക്രോസ് മാച്ചിങ്, ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ്സ് തമ്മിൽ മാച്ച് ചെയ്യാത്തതായത്, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് വരുന്നതാണ് ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി. ടോപ്പിക്ക് വലുതാണെങ്കിൽ തന്നെയും അതിൽ നമുക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇനി മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് വീണ്ടും ഒരു 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ മൊഡ്യൂൾ 3യിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് അത് ക്ലിനിക്കൽ പത്തോളജിന്ന് 5 മാർക്കും ബയോ കെമിസ്ട്രിന്ന് 10 മാർക്കും. ക്ലിനിക്കൽ പത്തോളജി എന്ന് പറയുമ്പോൾ അനാലിസിസ് ഓഫ് യൂറിൻ, സ്പ്യൂട്ടം, സ്റ്റൂൾ, സെമൻ ആൻഡ് CSF എന്ന് പറയുന്നത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ഇതിന്റെയൊക്കെ അനാലിസിസ് കാരണം നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോൾ അറിയാം, നമ്മൾ ഈ സാമ്പിൾസ് എല്ലാം കൊടുക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ടൈഫോയിഡ്, ഫീവർ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സാമ്പിൾസ് ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പൊ അതിന്റെ അനാലിസിസ് എങ്ങനെയാണ്, സാമ്പിൾ കളക്ഷൻ എങ്ങനെയാണ്, അതിന്റെ യൂറിനൊക്കെ കൾച്ചർ ചെയ്യുന്ന ആ ഒരു മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ എങ്ങനെയാണ്, അതൊക്കെയാണ് ക്ലിനിക്കൽ പത്തോളജിയിൽ പഠിക്കുന്നത്. ചെറിയ ടോപ്പിക്കാണ്, എന്നാലും 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. പിന്നീട് ബയോകെമിസ്ട്രി ആണ് 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഫുള്ള് വരുന്നത്. ബയോകെമിസ്ട്രി എന്ന് പറയുന്നത് പ്യുവർലി ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ആണ്. അതായത് ബ്ലഡ് ഗ്ലൂക്കോസിന്റെ എസ്റ്റിമേഷൻ, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്. റീനൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റുകളാണ് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, പിന്നെ അതർ പാരാമീറ്റേഴ്സ് ഓഫ് ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ്. അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് സിറം ഇലക്ട്രോലൈറ്റ്സ് ആണ്, സോഡിയം, പൊട്ടാസ്യം ഒക്കെ. നമുക്കറിയാം ചിലപ്പോൾ സോഡിയം കുറയുമ്പോഴൊക്കെ രോഗികൾ അൺകോൺഷ്യസ് ആവാറുണ്ട്. അപ്പൊ സോഡിയം ലെവലും പൊട്ടാസ്യം ലെവലുമാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയെ ബാലൻസ് ചെയ്യിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പാരാമീറ്റേഴ്സിന്റെ എസ്റ്റിമേഷൻ, ആ എസ്റ്റിമേഷനും കറക്റ്റ് അനാലിസിസ് പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് എക്സാമിനേഷനിൽ കൂടുതലായിട്ടും FBS, PPBS, RBS. FBS എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അതായത് നമ്മൾ ആഹാരം കഴിക്കാതെ ഒരു 8 hours ഓളം നമ്മൾ ആഹാരം കഴിക്കാതെ എടുക്കുന്ന ബ്ലഡ് സാമ്പിൾ ആണ് ഫാസ്റ്റിംഗ് ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫാസ്റ്റിംഗ് ബ്ലഡിൽ എത്രത്തോളം ഷുഗർ ഉണ്ടെന്നാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. PPBS എന്ന് പറയുന്നത് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ആണ്. അതായത് നമ്മൾ ചിലപ്പം ലാബിൽ പോകുമ്പോൾ കാണാം, നമ്മുടെ പേരൻസ് ഒക്കെ ആഹാരത്തിന് മുൻപും എടുക്കും, ആഹാരം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുക്കും, ആഹാരം കഴിച്ച് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ എടുക്കും. അപ്പൊ ആഹാരം കഴിച്ചിട്ട് എടുക്കുന്ന ആ ഒരു ബ്ലഡ് ഷുഗറിനെ പറയുന്ന പേരാണ് PPBS. PPBS എന്ന് പറയുന്നത് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ. പിന്നെ RBS എന്ന് പറയുന്നത് റാൻഡമായിട്ട് എപ്പോഴെങ്കിലും ചെക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബ്ലഡ് ഷുഗർ ആണ് റാൻഡം ബ്ലഡ് ഷുഗർ. ഇനി അതിന്റെ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ പഠിക്കണം. പിന്നെ ഈ ഓരോ ടൈപ്പ് ഓഫ് ബ്ലഡ് ഷുഗറിനും നോർമൽ വാല്യൂ ഉണ്ട്. നോർമൽ വാല്യൂയിൽ കൂടിയാൽ ഉണ്ടാവുന്ന സിഗ്നിഫിക്കൻസ്, കുറഞ്ഞാൽ ഉണ്ടാവുന്ന സിഗ്നിഫിക്കൻസ്, അതൊക്കെയാണ് നോക്കുന്നത്. പിന്നെ HbA1c എന്ന് പറയുന്നത് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ ആണ് HbA1c. അതായത് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവല്
നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. കാരണം ഈ ഇദ്ദേഹം ചിലപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം ഡയബറ്റിക് ആവുമോ ഇല്ലയോ, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് HbA1c എന്ന് പറയുന്നത്. അത് നമുക്ക് പഠിക്കാം. പിന്നെ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റുകളാണ്. ബ്ലഡിലുള്ള യൂറിയ, സീറത്തിലുള്ള ക്രിയാറ്റിനിൻ, പിന്നെ യൂറിന്റെ ക്ലിയറൻസ് ടെസ്റ്റ്, ഇവയൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ബിലിറുബിൻ എന്നുള്ളൊരു പിഗ്മെന്റിനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ബിലിറുബിന്റെ ലെവല് കൂടുന്നതനുസരിച്ച് ആണ് നമ്മൾ ലിവർ ഫംഗ്ഷൻ അല്ല അല്ലെങ്കിൽ അബ്നോർമൽ ഫംഗ്ഷനിങ് ആണ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ്. ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് LDL, VLDL എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, HDL, അതായത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇങ്ങനെ ലിപ്പിഡിന്റെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് നമ്മുടെ ലിപ്പിഡിന്റെ ഫംഗ്ഷനിങ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. LDL, VLDL ഒക്കെ ഹൈ ആയിട്ട് നിൽക്കുന്ന പേഷ്യൻസിന് വളരെ അധികം തന്നെ ദേ ഹാവ് എ ടെൻഡൻസി ടു ഹാവ് എ കാർഡിയാക് ഫെയിലർ ഓർ സ്ട്രോക്ക്, അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ബ്ലഡിലുള്ള ടോട്ടൽ കൊളസ്ട്രോളിനെയൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറം ഇലക്ട്രോലൈറ്റ്സ്, സോഡിയം പൊട്ടാസ്യം ലെവൽസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഇത്രയും പ്രൊസീജിയർ ആണ് ഈ ഒരു ബയോകെമിസ്ട്രിയിൽ വരുന്നത്. എല്ലാം ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. അതിൽ നിന്ന് നമുക്ക് 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വരുന്നതാണ് ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്നതും, അതായത് ഇൻസ്ട്രുമെന്റ്സ്. നമ്മൾ ബയോകെമിസ്ട്രി പാരാമീറ്റർ ചെയ്യുമ്പോൾ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയാണ് ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഇനി മോഡ്യൂൾ 4 എന്ന് പറയുന്നത് 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ വരുന്നത് 5 മാർക്കിന് മൈക്രോബയോളജി ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. 2 മാർക്കിന് പാരസൈറ്റോളജി എന്ന് വരും. വീണ്ടും ഒരു 5 മാർക്ക് ഹിസ്റ്റോ ടെക്നോളജി ആൻഡ് സൈറ്റോളജി നിന്ന് വരും. ഇങ്ങനെയാണ് അതിന്റെ ഒരു മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ. 12 മാർക്ക്, 5 മാർക്ക് മൈക്രോബയോളജി, 5 മാർക്ക് ഹിസ്റ്റോ ടെക്നോളജി, പിന്നെ 2 മാർക്ക് പാരസൈറ്റോളജി. അതിൽ മൈക്രോബയോളജി എന്ന് പറയുമ്പം നോർമലി ബാക്ടീരിയ എന്താണ്, ബാക്ടീരിയയുടെ സ്ട്രക്ചർ, അതാണ് ക്ലാസിഫിക്കേഷൻ സ്ട്രക്ചർ ആണ് മൈക്രോബയോളജിയിൽ വരുന്നത്. പിന്നീട് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ നമ്മുടെ ലാബിൽ ഉപയോഗിക്കുന്ന ഹോട്ട് എയർ ഓവൻ, ഓട്ടോക്ലേവ്, പിന്നെ ഡിസിൻഫെക്റ്റന്റ്, പിന്നെ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യാൻ ഉപയോഗിക്കുന്ന കൾച്ചർ മീഡിയ, ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിന് ഉപയോഗിക്കുന്ന കൾച്ചർ മെത്തേഡുകൾ ഒക്കെയാണ് ഈ മൈക്രോബയോളജിയിൽ വരുന്നത്. പിന്നെ ഒരു ബാക്ടീരിയ ഐഡന്റിഫിക്കേഷൻ, ബാക്ടീരിയയുടെ സ്റ്റെയിനിങ്, പിന്നെ ബയോകെമിക്കൽ ടെസ്റ്റുകൾ, സിറോളജിക്കൽ ടെസ്റ്റുകൾ. വൈഡൽ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരു പേഷ്യന്റിന് ടൈഫോയിഡ് ഫീവറിന്റെ ഒക്കെ അനാലിസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ് വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എലൈസ ടെസ്റ്റ്, PCR ടെസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് അനാലിറ്റിക്കൽ ടെസ്റ്റും കൂടെ വരുമ്പോഴാണ് മൈക്രോബയോളജി ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആവുന്നത്. കുറെ ടോപ്പിക്സ് അധികം ഉണ്ടെങ്കിലും 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേ നമുക്കൊരു ടോപ്പിക്ക് പോലും നമുക്ക് വിട്ടുകളയാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് സിലബസ് ആണത്. പിന്നെ പാരസൈറ്റോളജി എന്ന് പറയുമ്പോൾ പാരസൈറ്റ്സിന്റെ സ്റ്റഡിയാണ്. അതിൽ കൂടുതലായിട്ടും മലേറിയയും ഫൈലേറിയാസിസും. മലേറിയയും എന്ന് പറയുന്നത് മൊസ്കിറ്റോ ട്രാൻസ്മിറ്റിംഗ് ആയിട്ടുള്ള ഡിസീസ് ആണ്. ഫൈലേറിയാസിസും അത് തന്നെ. അതിന്റെ ലബോറട്ടറി ഡയഗ്നോസിസും എക്സാമിനേഷനും കണ്ടീഷൻസും ഒക്കെയാണ് ഈ ഒരു പാരസൈറ്റോളജിന്ന് വരുന്നത്. ചെറിയൊരു ടോപ്പിക്കാണ്. അതിൽ നിന്ന് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഹിസ്റ്റോ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ടിഷ്യൂസിന്റെ അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഹിസ്റ്റോ ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് ടിഷ്യൂവിന്റെ പ്രോസസ്സിങ്, അതിന്റെ ഡയഗ്നോസിസ്, അങ്ങനെയുള്ള എല്ലാം വരുന്നത് ഈ ഒരു ഹിസ്റ്റോ ടെക്നോളജിയാണ്. ഒരു മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഒരു റിലേറ്റീവ്ലി പുതിയൊരു തരം കൺസെപ്റ്റ് ഓഫ് ഡയഗ്നോസിസ് ആണ് ഈ ഹിസ്റ്റോ ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് മൈക്രോസ്കോപ്പിക് ഡിറ്റർമിനേഷൻ ഓഫ് ടിഷ്യൂ അബ്നോർമാലിറ്റീസ്, ടിഷ്യൂസിന്റെ അബ്നോർമാലിറ്റീസ് വരുന്നതാണ്. പക്ഷേ ചെറിയ ടോപ്പിക് ആണെങ്കിലും 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇതിൽ കൂടുതലും ഇങ്ങനെ ലാബ് അസിസ്റ്റന്റ് എക്സാമിനൊക്കെ ഇത്രയധികം ക്ലിനിക്കൽ ടോപ്പിക്സ് ഇതുവരെ വന്നിട്ടില്ല. ഈ ഹിസ്റ്റോ ടെക്നോളജി ഒക്കെ തന്നെയും മെഡിക്കൽ എക്സാമിനേഷൻസ് എന്ന് മാറിയാൽ നമ്മുടെ ഈ ഡിഗ്രി +2 എക്സാമിനേഷനിൽ ആദ്യമായിട്ടാണ് അത്രയധികം മെഡിക്കൽ ടോപ്പിക്സ് വരുന്നത്. അപ്പൊ അത്രയാണ് ഒരു പാർട്ട് 1
നമുക്ക് 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. അത് 4 മൊഡ്യൂൾ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആ ഓരോ മൊഡ്യൂളും വീണ്ടും സബ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിനും മാർക്സ് കൊടുത്തിട്ടാണ് ഈ ഒരു സിലബസ് വന്നിരിക്കുന്നത്. അപ്പൊ അത്രയും നമ്മൾ കീനായിട്ടിരുന്ന് ശ്രദ്ധയോട് കൂടി വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ടോപ്പിക്കിൽ നിന്നും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 100 മാർക്കിന്റെ എക്സാമിൽ നിന്ന് 50 മാർക്കും ഈ ഒരു പാർട്ടിയിൽ നിന്ന് ആയതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടെ തന്നെ ഈ ഒരു മെഡിക്കൽ ലാബ് ടെക്നോളജിയുടെ ആ ഒരു പാർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, പിന്നെ എക്സ്ട്രാ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. പാർട്ട് 2 എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 4 മൊഡ്യൂളായിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ മൊഡ്യൂൾ 1-ന് 4 മാർക്കാണ്, മൊഡ്യൂൾ 2-ന് 3 മാർക്ക്, മൊഡ്യൂൾ 3 and 4 വീണ്ടും 4 മാർക്ക്. അങ്ങനെയുള്ള ഒരു ചെറിയ ഡിവിഷൻ ആണ്. മൊഡ്യൂൾ വീണ്ടും ഒരു സബ് ഡിവിഷൻസ് ഒന്നും അതിന് വരുന്നില്ല. അതിൽ മൊഡ്യൂൾ 1-ല് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, SI യൂണിറ്റ്സ്, CGS യൂണിറ്റ്സ് ആണ്. പിന്നെ കൈനമാറ്റിക്സ്, മോഷൻ ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് എ പ്ലെയിൻ. പിന്നെ ഡൈനാമിക്സ്, ലോസ് ഓഫ് മോഷൻ, പിന്നെ വർക്ക് എന്താണ്, എനർജി എന്താണ്, പവർ എന്താണ്, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് വരുന്നത്. പിന്നെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ. ഇത്രയും ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ബേസിക് ആയിട്ട് നമ്മൾ ഫിസിക്സിൽ ബേസിക്കിൽ നിന്നാണ് മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മൊഡ്യൂൾ 3 നിന്ന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതായത് സോളിഡ്സിന്റെയും ഫ്ലൂയിഡിന്റെയും മെക്കാനിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഇലാസ്റ്റിസിറ്റി, സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, പിന്നെ പാസ്കൽസ് ലോ, സർഫസ് ടെൻഷൻ എന്താണ്, വിസ്കോസിറ്റി, ബെർണോളിസ് തിയറം, അതിന്റെ ആപ്ലിക്കേഷൻ, പിന്നെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. ഹീറ്റ് എന്താണ്, തെർമോഡൈനാമിക്സ് എന്താണ്, തെർമോഡൈനാമിക്സിന്റെ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, ഐസോതെർമൽ, അഡൈബാറ്റിക് പ്രോസസ്. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അഡൈബാറ്റിക് എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പിന്നെ ഹീറ്റ് എഞ്ചിന്റെ പ്രൊസീജിയർ. പിന്നെ വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ് ഓസിലേഷൻ ആൻഡ് വേവ്സ്. അതിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ, സിമ്പിൾ പെൻഡുലം, വൈബ്രേഷൻ ഇൻ എയർ കോളം, ബീറ്റ്സ് ആൻഡ് ഡോപ്ലർ എഫക്റ്റ്, അങ്ങനെ ഒരു ടോപ്പിക്കും കൂടെ വരുന്നുണ്ട്. മൊഡ്യൂൾ 3 സിംബോളിക്കലി കുറച്ച് ചെറിയ ടോപ്പിക്കാണ്, എന്നിരുന്നാലും 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് തുടങ്ങുന്നത് തന്നെ ഇലക്ട്രോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതായത് ചാർജ് എന്താണ്, കൂളംസ് ലോ എന്താണ്, ഒരു ഇലക്ട്രിക് ഫീൽഡ്, പിന്നെ ഗോസസ് തിയറം ആൻഡ് ആപ്ലിക്കേഷൻ, കപ്പാസിറ്റൻസ് എന്താണ്, കപ്പാസിറ്റർ എന്താണ്, സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, ഇതൊക്കെയാണ് ആ ഒരു ഇലക്ട്രോ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത്. പിന്നെ ഇലക്ട്രോ ഡൈനാമിക്സിൽ കറണ്ട് ഇലക്ട്രിസിറ്റി, ഓംസ് ലോ എന്താണ്, ഇലക്ട്രിക് കറണ്ട് എന്താണ്, റെസിസ്റ്റർ എന്താണ്, റെസിസ്റ്റിവിറ്റി എന്താണ്, കണ്ടക്ടിവിറ്റി എന്താണ്, പൊട്ടൻഷ്യോമീറ്റർ എന്താണ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇലക്ട്രോ ഡൈനാമിക്സിൽ വരുന്നത്. പിന്നെ വീണ്ടും അടുത്ത സബ് ടോപ്പിക്ക് വരുന്നത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ചാർജ്, അതിന്റെ മൂവ്മെന്റ്, പിന്നെ മാഗ്നറ്റിസം, ഗാൽവനോമീറ്റർ, അമ്മീറ്റർ, വോൾട്ട് മീറ്റർ എന്നൊക്കെയുള്ള ഇൻസ്ട്രുമെന്റ്സും, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് എന്നൊക്കെയുള്ള, പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് AC, ഫാരഡേസ് ലോ, എഡി കറണ്ട്, അതിന്റെ ആപ്ലിക്കേഷൻ, പിന്നെ സെൽഫ് ഇൻഡക്ഷൻ, AC ജനറേറ്റർ, ട്രാൻസ്ഫോമർ, LCR സർക്യൂട്ട്, AC സർക്യൂട്ട് ഒക്കെ. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതിന്റെ ഉപയോഗം എന്താണ്, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഒരു UV റീജിയൻ കാണും, വിസിബിൾ റീജിയൻ കാണും, ഇൻഫ്രാറെഡ് റീജിയൻ കാണും. അപ്പൊ ഇത്രയും കൂടെ ചേർന്നിട്ടുള്ളതാണ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. ഇത്രയും ടോപ്പിക്സിൽ നിന്ന് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് വീണ്ടും റേ ആൻഡ് വേവ് ഓപ്റ്റിക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്പെറിക്കൽ മിറേഴ്സിന്റെ റിഫ്ലക്ഷൻ തുടങ്ങി റിഫ്രാക്ഷൻ എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻ. റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ദ ബെൻഡിങ് ഓഫ് എ ലൈറ്റ് റേ ഈസ് കോൾഡ് റിഫ്രാക്ഷൻ. പിന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പിന്നെ ലെൻസ് എന്താണ്, ലെൻസിന്റെ പവർ എന്താണ്, കോമ്പിനേഷൻ ഓഫ് ലെൻസ്, മൈക്രോസ്കോപ്പ് എന്താണ്, മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഇന്റർഫറൻസ് എന്താണ്, പോളറൈസേഷൻ, അങ്ങനെയുള്ള കുറച്ച്
ഒപ്റ്റിക്കൽ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് മൊഡ്യൂൾ 4 ഉള്ളത്. അടുത്ത സബ് ടോപ്പിക് വരുന്നത് മോഡേൺ ഫിസിക്സ് ആണ്. ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഓഫ് ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, മാറ്റർ വേവ്, ബോർ അറ്റോമിക് മോഡൽ, ഹൈഡ്രജൻ ആറ്റം, ഹാഫ് ലൈഫ് പീരീഡ് എന്താണ്, പിന്നെ ന്യൂക്ലിയർ റിയാക്ടർ എന്താണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ്, എനർജി ബാൻഡ് എന്താണ്, ഡോപ്പിംഗ് എന്താണ്, ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്താണ്, എൻ ടൈപ്പ് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, ഫോട്ടോ ഡയോഡ്, LED, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു സെമി കണ്ടക്ടർ ഫിസിക്സ് എന്നൊരു ആ ഒരു പാർട്ടിൽ വരുന്നത്. ഈ മൊഡ്യൂൾ 4 നിന്നും ഇത്രയും ടോപ്പിക്സിൽ നിന്നും നമുക്കൊരു 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ടോട്ടൽ ഈ ഒരു ഫിസിക്സ് പാർട്ടിൽ നിന്ന് നമുക്ക് 15 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇപ്പൊ പാർട്ട് 1 നിന്ന് 50 മാർക്ക്, പാർട്ട് 2 നിന്ന് 15 മാർക്ക്. അപ്പോൾ ഇപ്പൊ ഈ 2 പാർട്ടിൽ നിന്ന് മാത്രം തന്നെ ഒരു 65 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പാർട്ട് 3 എന്ന് പറയുന്നത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിന്നും അതുപോലെ തന്നെ 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കെമിസ്ട്രി അതുപോലെ തന്നെ 3 മൊഡ്യൂൾ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഫിസിക്കൽ കെമിസ്ട്രി ആണ്, മൊഡ്യൂൾ 2 ഇനോർഗാനിക് കെമിസ്ട്രിയും, മൊഡ്യൂൾ 3 ഓർഗാനിക് കെമിസ്ട്രി ആണ്. അതിൽ 4 മാർക്ക് ഫിസിക്കൽ കെമിസ്ട്രിക്ക്, 5 മാർക്ക് ഇനോർഗാനിക് കെമിസ്ട്രിക്കും, 5 മാർക്ക് ഓർഗാനിക് കെമിസ്ട്രിക്കും. ഇങ്ങനെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. ടോട്ടൽ ഒരു 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് 3 കെമിസ്ട്രിന്ന് വരുന്നത്. അത് മൊഡ്യൂൾ 1 ഫിസിക്കൽ കെമിസ്ട്രിയിൽ, അതായത് കെമിസ്ട്രിയുടെ ബേസിക് കൺസെപ്റ്റ്, ആറ്റം എന്താണ്, മോൾ എന്താണ്, മൊളാരിറ്റി എന്താണ്, ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്താണ്, SP-D-F ഓർബിറ്റൽസ് എന്താണ് എന്നൊക്കെയാണ് ഫിസിക്കൽ കെമിസ്ട്രി പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇക്വിലിബ്രിയം എന്താണ്, സർഫസ് കെമിസ്ട്രി, കൊളോയിഡ്, എമൽഷൻ, പിന്നെ ടൈപ്പ് ഓഫ് കൊളോയിഡ്, അങ്ങനെ ഓരോ എക്സാമ്പിൾസ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഫിസിക്കൽ കെമിസ്ട്രിയുടെ പോർഷനിൽ വരുന്നത്. 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്കൽ കെമിസ്ട്രിന്ന് വരുന്നത്. പിന്നെ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഇനോർഗാനിക് കെമിസ്ട്രി ആണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതായത് എലമെന്റ്സ് എന്താണ്, പീരിയോഡിക് ടേബിൾ എന്താണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹൈഡ്രജൻ ആണ്, ഹാർഡ്നെസ് ഓഫ് ദ വാട്ടർ, പിന്നെ എസ് ബ്ലോക്ക് എലമെന്റ്, PD-F ബ്ലോക്ക് എലമെന്റ്സ് എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് ഒരു ഇനോർഗാനിക് കെമിസ്ട്രിയിൽ വരുന്നത്. പിന്നെ മൊഡ്യൂൾ 3, സ്പെല്ലിംഗ് തെറ്റാണ്, മൊഡ്യൂൾ 3 ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മൊഡ്യൂൾ 3 ഓർഗാനിക് കെമിസ്ട്രി, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓർഗാനിക് കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോഴേ അറിയാം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിരിക്കും കൂടുതലും. അതിന്റെ IUPAC നോമൻക്ലേച്ചർ, അതായത് നെയിമിംഗ് ആണ്. പിന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയ ഹൈഡ്രോ കാർബൺസ്, ആൽക്കഹോൾസ്, ഫീനോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ, ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിന്റെ എല്ലാം നമ്മൾ പഠിക്കുന്നു. പിന്നെ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, അതായത് ഫുഡ്, മെഡിസിൻ, ക്ലെൻസിങ് ഏജന്റ്, പിന്നെ ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻ, ന്യൂക്ലിയിക് ആസിഡ്, പോളിമേഴ്സ്, അതായത് പോളിസ്റ്റൈറിൻ, പോളിയൂറിത്രീൻ, സിലിക്കോൺ, പോളികാർബണേറ്റ്, പോളിഈതർ, പോളിയെസ്റ്റർ. ഇത്രയും ചേർന്നിട്ട് ആണ് ഒരു ഓർഗാനിക് കെമിസ്ട്രിയുടെ സെക്ഷൻ വരുന്നത്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ടോട്ടൽ കെമിസ്ട്രിയുടെ പാർട്ടിൽ 3 മൊഡ്യൂൾ ആണ്, ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക്, ഓർഗാനിക്. ഇതിൽ ഫിസിക്കൽ കെമിസ്ട്രിന്ന് 4 മാർക്കും ബാക്കി 2 മൊഡ്യൂളും കൂടി ചേർത്ത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ടോട്ടൽ 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു കെമിസ്ട്രി പാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. വീണ്ടും 4ാമത്തെ പോർട്ട് എന്ന് പറയുന്നത് ബോട്ടണിയാണ്. ബോട്ടണിയിൽ നിന്ന് 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, അങ്ങനെ ടോട്ടലി 5 മൊഡ്യൂൾ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. സെല്ലിന്റെ സ്ട്രക്ചർ എന്താണ്, ഫങ്ഷൻസ്. നമുക്കെല്ലാം അറിയാം, സെൽ ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. സെൽ എന്താണ്, സെൽ തിയറി എന്താണ്, 2 ടൈപ്പ് സെൽസ് ഉണ്ട്, പ്രോകാരിയോട്ടിക്കും യൂകാരിയോട്ടിക് സെൽസ്. ഇനി സെൽ ഓർഗനൽസ്, അതായത് സെല്ലിൽ എംബഡഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിനെയാണ് സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. അതിന്റെ ഓരോന്നിന്റെയും സ്ട്രക്ചർ എന്താണ്, ഓരോന്നിന്റെയും ഫങ്ഷൻ എന്താണ്. പിന്നെ സെൽ സൈക്കിൾ, സെൽ ഡിവിഷൻ ഒക്കെ ചേരുമ്പോൾ ആ ഒരു മൊഡ്യൂളിൽ നിന്ന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ വരുന്നുള്ളൂ. ടോപ്പിക്ക് വലുതാണെങ്കിലും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് എക്സ്പെക്ട് ചെയ്താൽ മതി. പിന്നെ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ ആണ്. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം, സെക്ഷൽ റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ.
പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതായത് സ്റ്റേമൻ, പിസ്റ്റൽ, പോളിനേഷൻ, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, ഡബിൾ ഫെർട്ടിലൈസേഷൻ, പോളി എംബ്രിയോണി, ഇതൊക്കെ വരുന്നതാണ് ഈ ഒരു മൊഡ്യൂൾ 2. അതിൽ നിന്ന് നമുക്ക് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ. ഇതിൽ നിന്ന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ വരുന്നുള്ളൂ. അതായത് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, ആനിമൽ ഹസ്ബൻഡറി, മാനേജ്മെന്റ് ഓഫ് ഫാം ആൻഡ് ഫാം ആനിമൽസ്, ആനിമൽ ബ്രീഡിംഗ്, പ്ലാന്റ് ബ്രീഡിംഗ്, ബയോ ഫോർട്ടിഫിക്കേഷൻ, സിംഗിൾ സെൽ പ്രോട്ടീൻ, ടിഷ്യൂ കൾച്ചർ, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. പക്ഷെ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ബയോടെക്നോളജി ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കുറച്ചും കൂടി ഒത്തന്റിക് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അതായത് ബയോടെക്നോളജി എന്താണ്, ബയോടെക്നോളജിയുടെ മെയിൻ പ്രിൻസിപ്പിൾ എന്താണ്, പിന്നെ റീകോംബിനന്റ് DNA ടെക്നോളജി ആണ്, എന്തിനാണ് റീകോംബിനന്റ് DNA ടെക്നോളജി യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ടൂൾസ് ആണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള. പിന്നെ DNA എന്താണ്, DNA ഫ്രാഗ്മെന്റ്സ് എന്താണ്, വെക്ടറുകൾ എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഒരു മൊഡ്യൂളിൽ വരുന്നത്. അത് കൂടാതെ തന്നെ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ, അതായത് അഗ്രികൾച്ചറിൽ, മെഡിസിനിൽ ട്രാൻസ്ജെനിക് ആയിട്ടുള്ള ആനിമൽസ്, പിന്നെ എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് ആണുള്ളത്. ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് പറയുന്നത് ഇപ്പം ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ആനിമൽസിനെയാണ് ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് മൊഡ്യൂൾ 4 നിന്ന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാം. മൊഡ്യൂൾ 5 പ്യുവർലി ഇക്കോളജി ആണ്, അതായത് സ്റ്റഡി ഓഫ് ഇക്കോസിസ്റ്റം, അതാണ് ഇക്കോളജി. ഇക്കോളജി വരുമ്പോൾ ഓരോ ഓർഗാനിസം എന്താണ്, അതിന്റെ എൻവയോൺമെന്റ് എന്താണ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്, ബയോട്ടിക് ഉണ്ട്, എബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്, ഒരു പോപ്പുലേഷൻ എന്താണ്, ഒരു പോപ്പുലേഷന്റെ സർവൈവലിന് വേണ്ടി എന്തൊക്കെ വേണം, ഒരു എക്കോസിസ്റ്റം എന്താണ്, അതിന്റെ സ്ട്രക്ചർ ഫംഗ്ഷൻ എന്താണ്, പിന്നെ ഒരു എക്കോസിസ്റ്റത്തില് എനർജി ഫ്ലോ എങ്ങനെ നടക്കുന്നു, ഏതൊക്കെ ഇക്കോളജിക്കൽ പിരമിഡ്സ് ഉണ്ട്, ഇക്കോളജിക്കൽ സക്സഷൻ എന്നാൽ എന്ത്, ഏതൊക്കെ ടൈപ്പ് സക്സഷൻ ആണ്, പിന്നെ ന്യൂട്രിയൻസിന്റെ സൈക്ലിക്. അതുകൂടാതെ തന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, മെയിൻ ആയിട്ട് എയറിന്റെയും വാട്ടറിന്റെയും പൊല്യൂഷൻ, എയർ എങ്ങനെ പൊല്യൂട്ടഡ് ആവുന്നു, വാട്ടർ എങ്ങനെ പൊല്യൂട്ടഡ് ആവുന്നു, പിന്നെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ. റീസെന്റ് ആയിട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ടോപ്പിക്സ് ആണ് ഇത്രയും. ഗ്രീൻ ഹൗസ് ഇഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങും ഓസോണിന്റെ ഡിപ്ലീഷനും. പിന്നെ ഡീഫോറസ്റ്റേഷൻ, റീഫോറസ്ട്രേഷൻ. ഡീഫോറസ്ട്രേഷൻ എന്ന് പറയുന്നത് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത്, റീഫോറസ്ട്രേഷൻ നമ്മൾ വീണ്ടും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനാണ് റീഫോറസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്, അതായത് കാടുകളെ സംരക്ഷിക്കാനുള്ള പീപ്പിൾ പാർട്ടിസിപ്പേഷൻ, അതായത് മൂവ്മെന്റ്, ചിപ്കോ മൂവ്മെന്റ് ഒക്കെ പറയുമല്ലോ, അതുപോലെ അങ്ങനെയുള്ള മൂവ്മെന്റ്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ലാസ്റ്റ് മൊഡ്യൂൾ 5 ഇക്കോളജിയിൽ വരുന്നത്. ഇത്രയും ടോപ്പിക്സ് ഉണ്ടെങ്കിലും 1 മാർക്സിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ ആ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്നുള്ളൂ. അപ്പൊ ടോട്ടൽ മൊഡ്യൂൾ 1 നിന്ന് 1 മാർക്ക്, മൊഡ്യൂൾ 2 നിന്ന് 2 മാർക്ക്, മൊഡ്യൂൾ 3 നിന്ന് വീണ്ടും 1 മാർക്ക്, മൊഡ്യൂൾ 4 നിന്ന് ബയോടെക്നോളജി 2 മാർക്ക്, മൊഡ്യൂൾ 5 നിന്ന് 1 മാർക്ക്. ഇത്രയും ആണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇനി പാർട്ട് 5 എന്ന് പറയുന്നത് സുവോളജി ആണ്. സുവോളജിയിൽ അതുപോലെ തന്നെ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സുവോളജിയും അതുപോലെ തന്നെ 4 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഹ്യൂമൻ ഫിസിയോളജി, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ജെനറ്റിക്സ് ആണ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് വീണ്ടും ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ, 1 മാർക്ക്. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ആനിമൽ കിങ്ഡം, 1 മാർക്ക്. അപ്പം മൊഡ്യൂൾ 1 ഹ്യൂമൻ ഫിസിയോളജിയിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ വരുന്നത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ഹ്യൂമൻസ്, അതായത് മനുഷ്യന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ടുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെ മെക്കാനിസം ആണ് നടക്കുന്നത്, പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റിന്റെ ഒക്കെ ഡൈജഷൻ. പിന്നെ അടുത്തത് പറയുന്നത് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ്, അതായത് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം എന്താണ്, അതിൽ ഇൻവോൾവ് ചെയ്യുന്ന പാർട്ടുകൾ എന്താണ്, എന്ത് മെക്കാനിസം ആണ് നടക്കുന്നത്. നമ്മളെ ഗ്യാസ് ഇൻഹെയിൽ ചെയ്യും എക്സെയിൽ ചെയ്യും ചെയ്യുമ്പോൾ ഓക്സിജൻ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ബ്ലഡിലേക്ക് ഡിസോൾവ് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എക്സെയിൽ ചെയ്ത് കളയുന്നു. അപ്പൊ അതിന്റെ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജന്റെയും ട്രാൻസ്പോർട്ട് ബ്ലഡിൽ എങ്ങനെ നടക്കുന്നു എന്നൊക്കെയുള്ളതാണ് ആ ടോപ്പിക്ക് പറയുന്നത്. പിന്നെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, അതായത് നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിന്റെ ഒരു സ്ട്രക്ചർ, കാർഡിയാക് സർക്കിൾ, അതായത് ഹാർട്ടിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്യുന്നതും ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യുന്നതുമായിട്ടുള്ള ആർട്ടറീസും വെയിൻസും അതിന്റെ ആ ഒരു സൈക്ലിങ്ങും ഒക്കെ വേണം പറയുന്നത്. പിന്നെ ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം,
നമ്മുടെ ഹാർട്ടിന്റെ ഫങ്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. അതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് എലിമിനേഷൻ, നമ്മുടെ ഹ്യൂമൻ കിഡ്നിയുടെ ഫങ്ഷൻ എന്താണ്, യൂറിൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഹോർമോണൽ റെഗുലേഷൻ ഓഫ് കിഡ്നി ഫങ്ഷൻ. പിന്നെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. ലോക്കോമോഷൻ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ മൂവ്മെന്റിന് മെയിൻ ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് നമ്മുടെ ബോൺസ്, മസിൽസ്, ജോയിന്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഏതൊക്കെ മസിൽസ് ആണോ ഉള്ളത്, മസിലിന്റെ കൺട്രാക്ഷൻ എങ്ങനെ, ഹ്യൂമൻ സ്കെലറ്റൻ എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പ് ജോയിന്റ്സ് ഉണ്ട് എന്നൊക്കെയാണ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റിൽ പറയുന്നത്. പിന്നെ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. ന്യൂറോൺ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന്റെ പാർട്ടാണ്, പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. ന്യൂറോൺ, നെർവ് സെൽസിനെയാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രക്ചർ ഓഫ് ഐ ആൻഡ് ഇയർ, കണ്ണിന്റെയും കാതിന്റെയും സ്ട്രക്ചർ, അതാണ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ, ഗ്ലാൻഡുകൾ, ഗ്രന്ഥികൾ. ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥി, എന്നിട്ട് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, ഹോർമോൺസ്, അതിന്റെ ഫങ്ഷൻസ്. പിന്നെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ്, ഇംപ്ലാന്റേഷൻ എങ്ങനെയാണ്, പ്ലാസന്റയുടെ ഫങ്ഷൻ, ഒരു എംബ്രിയോയുടെ ഡെവലപ്മെന്റ്. പ്ലാസന്റ എന്ന് പറയുന്നത് നമ്മുടെ ഫീമെയിൽ യൂട്രസിന്റെ കവറിങ് ആണ്, ഒരു കുഞ്ഞിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്റ്റൊമക്കിന്റെ ലെയറിനെയാണ് നമ്മൾ പ്ലാസന്റ എന്ന് പറയുന്നത്. ഇനി ഒരു കുഞ്ഞ് എംബ്രിയോ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബേബി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഡെവലപ്മെന്റ് പ്രോസസ് ആണ് ഈ ഒരു ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ വരുന്നത്. പിന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ ഏതൊക്കെയാണ്, പിന്നെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, പിന്നെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. ഇത്രയും ചേർന്നതാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയും ഒരു വാസ്റ്റ് ടോപ്പിക്കാണ് നമുക്ക് ഈ ഹ്യൂമൻ ഫിസിയോളജിയിൽ വരുന്നത്. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ മെക്കാനിസവും ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. ഡൈജഷൻ മുതൽ നമ്മുടെ ഇൻഹലേഷൻ, എക്സലേഷൻ, നമ്മുടെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്, നമ്മുടെ ബ്ലഡിന്റെ സർക്കുലേഷൻ, നമ്മുടെ ബോൺസിന്റെയും മസിൽസിന്റെ ഒക്കെ മൂവ്മെന്റ് തുടങ്ങി നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വരെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് ഈ ഒരു ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്നത്. പിന്നെ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് പ്യുവർലി ജെനറ്റിക്സ് ആണ്. ജെനറ്റിക്സിൽ ഫസ്റ്റ് ടോപ്പിക് തന്നെ ഹെറിഡിറ്ററി ആൻഡ് വേരിയേഷൻ, നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ അല്ലീൽ, ക്രോമസോം എന്താണ്, മെന്റലിയൻ ഡിസോർഡേഴ്സ്, സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ്. പിന്നെ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, DNA എന്താണ് DNAയുടെ സ്ട്രക്ചർ, ഫങ്ഷന്. പിന്നെ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി, അതായത് റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. പിന്നെ DNA ഫിംഗർ പ്രിന്റിങ്. ഇങ്ങനെയുള്ള ടെക്നിക്സ് എല്ലാം ചേർന്നതാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. മൊഡ്യൂൾ 2 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എന്നിരുന്നാലും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ സ്റ്റഡി പ്ലാന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ടോപ്പിക് കൂടുതലാണെന്നുള്ളത് നമ്മൾ ഒന്ന് സെക്കൻഡ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ബേസിസിൽ നമുക്ക് പ്ലാൻ ചെയ്ത് പഠിക്കാം. പിന്നെ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ. ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്. ഇമ്മ്യൂണിറ്റി എന്താണ്? ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഡിസീസ് വരുമ്പോൾ നമ്മുടെ ബോഡി നടത്തുന്ന ആ ഒരു ചെറുത്തുനിൽപ്പിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം എന്തൊക്കെയാണ്, അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ആന്റിബോഡീസ്, അതൊക്കെ പറയാണ്. പിന്നെ അലർജി, എയ്ഡ്സ്, ക്യാൻസർ, ഇതൊക്കെയാണ് മൊഡ്യൂൾ 3 വരുന്നത്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. മൊഡ്യൂൾ 4 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്യുവർലി ആനിമൽ കിങ്ഡം ആണ്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആൻഡ് എക്സാമ്പിൾസ് ഓഫ് ഡിഫറെന്റ് ഫൈല. ഫൈലം പോറിഫെറ, ഫൈലം സിലൻട്രേറ്റ, ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്, ആഷ്ഹെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കനോഡെർമേറ്റ, കോർഡേറ്റ. ഇത്രയും ആനിമൽ കിങ്ഡത്തിന്റെയാണ് ഫുള്ളായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സുവോളജി പാർട്ട് 4 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 മൊഡ്യൂളിൽ നിന്ന് മൊഡ്യൂൾ 1 നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്സ് നമുക്ക് വരുന്നത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഹ്യൂമൻ ഫിസിയോളജി, പിന്നെ ജെനറ്റിക്സ് എന്ന് 2 മാർക്ക്, ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ എന്ന് 1 മാർക്ക്, വീണ്ടും ആനിമൽ കിങ്ഡത്തിൽ നിന്ന് 1 മാർക്ക്. അടുത്തത് നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ്, പാർട്ട് 6 ആണ്.
പ്യുവർലി മാത്തമാറ്റിക്സ് ആണ്. പ്യുവർലി മാത്തമാറ്റിക്സ് 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് മൊഡ്യൂൾ ബേസ്ഡ് ഡിവിഷൻസ് ഒന്നും ഇല്ല, പക്ഷെ 10 സബ് ടോപ്പിക്സുകളാണ് നമുക്ക് ഈ ഒരു പാർട്ട് 6 നിന്ന് ഇൻക്ലൂഡഡ് ആയിട്ട് ഉള്ളത്. അതിൽ 10 സബ് ടോപ്പിക്സ് ആണ് വരുന്നത്. സെറ്റ്സ്, റിലേഷൻ, ഫംഗ്ഷൻ, പിന്നെ ഫാക്ടോറിയൽ ഓഫ് നമ്പേഴ്സ്, പ്രോഗ്രഷനിൽ വരുന്നത് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ, പിന്നെ ട്രിഗണോമെട്രി, പിന്നെ കോണിക്, ലാക്ടസ്, റെക്ടം, എക്സെൻട്രിസിറ്റി, ഫോക്കസ്, എലിപ്സ്, പാരാബോള, അങ്ങനെയൊക്കെയുള്ള. പിന്നെ വെക്ടേഴ്സ്, പെർപെൻഡിക്കുലർ വെക്ടർ, പാരലൽ വെക്ടർ, ഡോട്ട് പ്രോഡക്റ്റ്, പിന്നെ ഡെറിവേറ്റീവ്സ് ഓഫ് സം സ്റ്റാൻഡേർഡ് ഫങ്ഷൻസ്, പിന്നെ സ്ട്രെയിറ്റ് ലൈൻ, സ്ലോപ്പ്, ഇന്റർസെപ്റ്റ്. ഇത്രയും ചേരുന്ന വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വന്നിരിക്കുന്നത്. പാർട്ട് 6 മാത്തമാറ്റിക്സ്, ഇത്രയും ടോപ്പിക്സിൽ നിന്ന് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്റ്റഡി പ്ലാനിൽ ഇത്ര ദിവസം കൊണ്ട് പഠിക്കേണ്ടി വരുന്നത് കൊണ്ട് നമ്മൾ ഈ ഓരോന്നിനെയും ഓരോ മൊഡ്യൂളായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. മൊഡ്യൂൾ 1 സെറ്റ്, മൊഡ്യൂൾ 2 റിലേഷൻ എന്നുള്ളത് 10 മൊഡ്യൂൾ. അതിൽ ചിലപ്പോൾ ആദ്യത്തെ 3 മൊഡ്യൂൾ ചേർന്നിട്ട് നമുക്ക് ഇത്ര ദിവസം വെച്ച് പ്ലാൻ ചെയ്ത് പഠിക്കാം എന്നുള്ള രീതിയിലാണ് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സിലബസ്. ഇനി നമുക്ക് സ്റ്റഡി പ്ലാൻ ഒന്ന് നോക്കാം. ഇത്ര ദിവസം കൊണ്ട് ഒരു 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ഇട്ടിരിക്കുന്നത്. ഒരു 80ഓളം ദിവസം നമുക്കിനി എക്സാമിനുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു 60 ഡേയ്സ് കൊണ്ട് നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന ഇതെല്ലാം പഠിച്ചു വെച്ചിട്ട് ബാക്കി ഒരു 2 ആഴ്ചയോളം നമുക്ക് റിവൈസ് ചെയ്ത് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാനത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ സ്ലൈഡിലേക്ക് വന്നു. ഇത്രയും കാര്യത്തിന്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. MLT, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്തമാറ്റിക്സ് 6 പാർട്ടായിരുന്നു. അതിൽ ഫസ്റ്റ് പാർട്ട് MLTയിൽ 50 മാർക്സ് ആണ് വരുന്നത്. MLTയിൽ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് 10 മാർക്കിന്റെ ബേസിക് ലബോറട്ടറി ടെക്നിക്ക്. അതൊരു 5 ഡേയ്സ് എടുത്ത് നമുക്ക് പഠിക്കാം. പിന്നെ അത് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് 2 മൊഡ്യൂൾ, 2 സബ് ടോപ്പിക്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 13 മാർക്കാണ്. അത് 10ഉം 3ഉം ആയിട്ട്. അതിൽ 10 മാർക്കുള്ള ആ ഒരു പാർട്ടിന് നമുക്ക് 5 ദിവസം കൊണ്ടും 3 മാർക്കുള്ള പാർട്ടിൽ നിന്ന് 2 ദിവസം കൊണ്ടും നമുക്ക് പഠിക്കാം. പിന്നെ മൊഡ്യൂൾ 3 വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ക്ലിനിക്കൽ പത്തോളജി 5 മാർക്കും ബയോ കെമിസ്ട്രി 10 മാർക്കും. അവിടെ അതുപോലെ തന്നെ ക്ലിനിക്കൽ പത്തോളജി ഒരു 4 ദിവസം എടുത്ത് പഠിച്ചാൽ ബയോ കെമിസ്ട്രി 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 5 ദിവസം എടുത്ത് നമുക്ക് പഠിക്കാം. പിന്നെ മൊഡ്യൂൾ 4 മൈക്രോബയോളജി, പാരസൈറ്റോളജി, പിന്നെ ഹിസ്റ്റോ ടെക്നോളജി ആൻഡ് സൈറ്റോളജി. അപ്പൊ ഇത്രയും ചേർത്ത് 5 മാർക്ക്, 2 മാർക്ക്, 5 മാർക്ക്. അപ്പം 5 മാർക്കുള്ള ക്വസ്റ്റ്യൻ എല്ലാം കൂടെ 4 ദിവസം എടുത്തും. പാരസൈറ്റോളജി എന്ന് പറഞ്ഞാൽ ചെറിയ ടോപ്പിക്കാണ്, നമ്മൾ കണ്ടല്ലോ. മലേറിയയും ഫൈലേറിയാസിസും. ഫൈലേറിയാസിസ് എന്ന് പറഞ്ഞാൽ മന്ത്, രണ്ടും മോസ്കിറ്റോ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസുകളാണ്. അപ്പൊ അത് വളരെ ചെറിയ ടോപ്പിക് ആയതുകൊണ്ടും 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുള്ളത് കൊണ്ടും നമുക്കതൊരു 1 ദിവസം എടുത്ത് കംപ്ലീറ്റ് ചെയ്ത്, അങ്ങനെ ടോട്ടൽ നമുക്ക് 60 ദിവസത്തിന്റെ പകുതിയും നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് പഠിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് 100 മാർക്കിന്റെ എക്സാം ആണ്. അതിൽ പകുതി മാർക്കും ഈ ഒരു പാർട്ട് ആയതുകൊണ്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ 60 ദിവസത്തിന്റെ പകുതി 30 ദിവസവും ഈ ഒരു MLT പഠിക്കാൻ വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. ആ ഒരു സ്ട്രാറ്റജിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. കാരണം ഇതെല്ലാം തന്നെ പുതിയ ടോപ്പിക്സ് ആണ്. ഇതാണ് MLTയുടെ ഒരു 50 മാർക്സിന്റെ ഒരു 30 ദിവസത്തെ സ്റ്റഡി പ്ലാൻ. 10 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ ദിവസം കൊടുത്തു. കാരണം സബ് ടോപ്പിക്കിന്റെ കണ്ടന്റിനേക്കാളും കൂടുതൽ എത്ര മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നതനുസരിച്ച് നമ്മൾ ഡേയ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിന് പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടി നമുക്കത് ക്ലാരിറ്റിയോടെ നമുക്ക് സ്മാർട്ടായിട്ട് പഠിക്കാൻ പറ്റുന്നത്. പിന്നെ സെക്കൻഡ് പാർട്ടായ ഫിസിക്സിൽ നിന്ന് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഫിസിക്സിൽ 4 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തു. 4 മാർക്കിന്റെ 3 മാർക്കിന്റെ വീണ്ടും 4 മാർക്ക് 4 മാർക്ക്. അപ്പോൾ മൊഡ്യൂൾ 1, 2, 4 ഇത് രണ്ടും നമുക്ക് ഒരു 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാമെങ്കിൽ മൊഡ്യൂൾ 3 കുറച്ചും കൂടി അധികം ടോപ്പിക്സ് ഉള്ളത് കൊണ്ട് നമുക്കൊരു 3 ദിവസം, ടോട്ടൽ ഞാൻ ഒരു 9 ദിവസം എടുത്തിട്ടാണ് ഈ ഒരു ഫിസിക്സിന്റെ കംപ്ലീഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
2 ദിവസം 2 ദിവസം 3 ദിവസം 2 ദിവസം എടുത്ത് ടോട്ടൽ ഒരു 9 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. കെമിസ്ട്രി അതുപോലെ തന്നെ 9 ദിവസം കൊണ്ട്. ഫിസിക്കൽ കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി മാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ 4, 5, 5 എന്നിങ്ങനെയാണെങ്കിലും 3 പാർട്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് 3, 3, 3 3 ദിവസം കൊണ്ട് ഫിസിക്കൽ കെമിസ്ട്രിയും 3 ദിവസം കൊണ്ട് ഇൻഓർഗാനിക്കും 3 ദിവസം കൊണ്ട് ഓർഗാനിക് കെമിസ്ട്രി, ഇത് 3ഉം ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് പഠിക്കാം. അതുകൊണ്ട് അത് ഒരു 9 ദിവസം കൊണ്ട് 3 ദിവസം വെച്ച് ഓരോ ടോപ്പിക്കും കമ്പൈൻ ചെയ്ത് പഠിക്കാം. അപ്പൊ ഈ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഫിസിക്കൽ കെമിസ്ട്രി ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മൾ ഈ ഡേയ്സ് പ്ലാൻ ചെയ്യുന്നത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇപ്പൊ എന്തെങ്കിലും ടോപ്പിക്ക് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 60 ദിവസം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ദിവസം നമുക്ക് എടുക്കാം. പക്ഷെ ഈ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇന്ന ദിവസത്തിൽ ഇന്ന ടോപ്പിക്ക് മാത്രമാണെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റിയിൽ പോവാം. പെൻഡിങ് കുറച്ച് വന്നാലും അത് നോട്ട് ചെയ്ത് പിന്നെ അത് റെഫറൻസ് ചെയ്താൽ മതിയാവും. ബോട്ടണി അതുപോലെ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അതിൽ ഓരോ മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം കൂടി ഒരു 2 മാർക്ക് വേണ്ടിയിട്ട് എത്രത്തോളം പറ്റുമെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും മാക്സിമം ഓരോ മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്ന പോർഷൻസ് എല്ലാം തന്നെ ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ ഒക്കെ ജനറൽ ടോപ്പിക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ആ ഒരു ടോപ്പിക്കിൽ ചെലവഴിക്കാതെ 1 മാർക്ക് വരുന്ന ചോദ്യങ്ങളെല്ലാം കൂടി ഒരു 2 ദിവസം പ്ലാൻ ചെയ്തു. പിന്നെ ബയോടെക്നോളജി എന്നുള്ള ടോപ്പിക്ക് അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടും കംപ്ലീറ്റ് ഒരു ദിവസം എടുത്ത് കൊണ്ട് നമുക്ക് അത് പഠിച്ച്, റീപ്രൊഡക്ഷൻ എന്നുള്ളതും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരു ദിവസം കൊടുത്ത് ടോട്ടൽ 7 മാർക്ക് വരുന്ന ആ ഒരു പാർട്ടില് നമുക്ക് 4 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാൻ. പിന്നെ സുവോളജി അതുപോലെ തന്നെ 7 മാർക്കാണ്. അപ്പൊ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇത് വളരെ കുറവായതുകൊണ്ടാണ് ഇത്രയും ചെറിയ ദിവസം കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഏറ്റവും കൂടുതൽ 50 മാർക്കുള്ളതിന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് അത്രയും ദിവസം കൊടുക്കുന്നത് കൊണ്ടാണ് 50 മാർക്കും MLTക്ക് ആണെങ്കിൽ ഈ സുവോളജിക്ക് 7 മാർക്കിന്റെ ചോദ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഇതിന് കുറച്ച് വരുന്നത്. പിന്നെ ഹ്യൂമൻ ഫിസിയോളജി, ജെനറ്റിക്സ്, ബയോളജി ഇൻ ആനിമൽ വെൽഫെയർ, ആനിമൽ കിങ്ഡം. ഇപ്പം ഹ്യൂമൻ ഫിസിയോളജി വളരെ വാസ്റ്റ് ടോപ്പിക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻസിന്റെ ഡൈജഷൻ, എക്സ്ക്രീഷൻ, റീപ്രൊഡക്ഷൻ, ബാക്കി മസിൽസ്, ജോയിന്റ്സ് എല്ലാം വരുന്ന ഒരു ഹ്യൂമൻ ഫിസിയോളജി 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് 2 ഡേയ്സ് നമുക്ക് അതിന് കൊടുക്കാം. ബാക്കി ജെനറ്റിക്സ്, ഹ്യൂമൻ വെൽഫെയർ, ആനിമൽ കിങ്ഡം എല്ലാം ഓരോ ദിവസം വീതം പഠിച്ച് നമുക്ക് ടോട്ടൽ 4 ഡേയ്സിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ വരുന്നതാണ് ലാസ്റ്റ് 6th ടോപ്പിക്ക് മാത്തമാറ്റിക്സ്. അത് 7 മാർക്കാണ്. അത് ഒരു 10 സബ് ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്ത് സെറ്റ്സ്, റിലേഷൻ, ഫംഗ്ഷൻ, ഫാക്ടോറിയൽ നമ്പേഴ്സ്, പ്രോഗ്രഷൻ, ട്രിഗ്നോമെട്രി ഇതിനെല്ലാം കൂടെ ചേർത്ത് ടോട്ടൽ ഒരു 4 ഡേയ്സിന്റെ ഒരു പ്ലാൻ. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോ ഒരു സ്റ്റഡി പ്ലാൻ ഒരു 60 ഡേയ്സിന്റെ ഡീറ്റെയിൽഡ് പറയാം. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നും. പക്ഷേ ഇങ്ങനെ ഒരു ചാർട്ട് പോലെ ഉണ്ടാക്കി അപ്പൊ നാളെ തൊട്ടാണ് തുടങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാണ് തുടങ്ങുന്നതെങ്കിലും ഡേ 1 നമ്മൾ MLT പഠിക്കുകയാണെങ്കിൽ ആ ഒരു MLTന്റെ ഫസ്റ്റ് മൊഡ്യൂൾ ആണെങ്കിൽ അത് അങ്ങനെ. പിന്നെ അടുത്ത ദിവസം ഫിസിക്സിന്റെ ഫസ്റ്റ് മൊഡ്യൂള്, വീണ്ടും MLT, കെമിസ്ട്രിയുടെ ഒരു മൊഡ്യൂള്. അപ്പൊ നമുക്കൊരു റെപ്പറ്റീഷൻ ഫീല് ചെയ്യില്ല. പിന്നെ ബോട്ടണിയുടെ മൊഡ്യൂള് 135, കാരണം ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് മൊഡ്യൂൾ 135. അതുകൊണ്ടാണ് അത് ഇടയ്ക്ക് വന്നത്. 1ാമത്തെ ദിവസം ഡേ 1 MLT പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 10ാമത്തെ ദിവസമാണ് ഒരു ബോട്ടണി പഠി. അപ്പൊ നമുക്ക് റെപ്പറ്റീഷൻ ഫീല് വരില്ല. പക്ഷെ ഈ MLT ആണ് നമുക്ക് ടോപ്പിക്ക് കൂടുതൽ ഉള്ളത് കൊണ്ടും മാർക്സ് അതിനാണ് ഉള്ളത് കൊണ്ടും ഡേയ്സ് അതിനാണ് കൂടുതൽ ഇട്ടിരിക്കുന്നത്. അപ്പം ഒരാഴ്ചയിൽ ഒരു 5 ദിവസത്തിൽ 3 ദിവസവും നമ്മൾ MLT ആയിരിക്കും പഠിക്കുന്നത്. 16ാമത്തെ ദിവസം ഫിസിക്സിന്റെ മൊഡ്യൂൾ 2 ആയിരിക്കാം നോക്കേണ്ടത്. വീണ്ടും MLT വരുന്നത് നമുക്ക് അത്രയും ടോപ്പിക് ഉള്ളത് കൊണ്ടും മാർക്സ് അത്രയും ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ടാണ്. കെമിസ്ട്രി മൊഡ്യൂൾ 2, ബോട്ടണി മൊഡ്യൂൾ 4, അങ്ങനെ ഓരോ ദിവസം അങ്ങനെ ടോട്ടൽ 60 ദിവസത്തിന്റെ ഒരു മൊഡ്യൂളാണ് വരുന്നത്. മാത്സ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ടോപ്പിക്സ് ഉണ്ട്, എന്നിരുന്നാൽ പോലും 4 ദിവസം കൊണ്ട് നമുക്ക് ഒരു സ്മാർട്ട് പ്രിപ്പറേഷൻ, ലാസ്റ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ആയിട്ട് ഒരു ഡോങ്കി വർക്ക് അല്ല, സ്മാർട്ട് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ 4 ദിവസം കൊണ്ട്. ഫസ്റ്റ് ഡേ മൊഡ്യൂൾ 1, 2, 3 ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ വീണ്ടും 49th ഡേയിൽ മാത്രം നമ്മൾ മാത്സ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ.
53rd ഡേയിൽ അടുത്ത 3 മൊഡ്യൂള്, വീണ്ടും 2 മൊഡ്യൂള്, 59ാമത്തെ ദിവസം ലാസ്റ്റ് 2 മൊഡ്യൂള്. മൊഡ്യൂൾ എന്ന് പറയുന്നെങ്കിലും ടോപ്പിക്സ് വളരെ ചെറുതാണ്. നമ്മൾ ഇതുവരെ മൊഡ്യൂൾ എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു പേര് കൊടുത്തേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ഡേയിൽ വീണ്ടും MLT നമുക്ക് ലാസ്റ്റ് ടോപ്പിക് വെച്ച് ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ ഒരു 60 ഡേ സ്റ്റഡി പ്ലാൻ. അതൊന്ന് ഫോളോ ചെയ്താൽ മതി. നമുക്ക് പറ്റുന്നിടത്തോളം നമുക്ക് ഈ ഒരു ചാർട്ട് ഫോളോ ചെയ്യാം. നമുക്ക് ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിരിക്കും തോന്നുന്നു. കാരണം ഒരു പ്ലാനിൽ അവർ പഠിച്ചു വരുന്നത് കൊണ്ട് കുഴപ്പമില്ലായിരിക്കും. പക്ഷേ ഈവൻ ദോ പ്രിപ്പറേഷൻ അധികം സ്റ്റാർട്ട് ആവാത്തവർ പോലും ഈ ഒരു സ്റ്റഡി പ്ലാൻ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്മാർട്ട് വർക്ക് ആയിരിക്കും പറ്റുന്നത്. ബാക്കി എന്തെങ്കിലും ഈ ഡേയ്സിൽ ഇത്രയും പോർഷൻസ് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയാൽ ഒരു ദിവസത്തിന് നമുക്ക് 24 hours അവൈലബിൾ ആണ്. അപ്പം കണ്ടിന്യൂസ് അങ്ങ് പഠിക്കണം എന്നല്ല, നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ കൊണ്ട് ആ ഒരു ദിവസം കൊണ്ട് ഇപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ അത്രയും ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റി എന്നുള്ളതിലാണ് കാര്യം. എന്തെങ്കിലും പോർഷൻസ് കവർ ചെയ്യാൻ ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് സെപ്പറേറ്റ് നോട്ട് ചെയ്ത് അടുത്ത ദിവസം നേരത്തെ പഠിച്ചു കഴിയുന്നെങ്കിലോ അല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം ഫ്രീ ടൈമിലോ ഒക്കെ ബാക്കി അത് പാക്കപ്പ് ചെയ്ത് പോയാൽ മതി. എങ്ങനെയാണ് ഒരു 60 ഡേ സ്റ്റഡി പ്ലാൻ. ഇപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്സും എല്ലാ മൊഡ്യൂളും ഈ ഒരു 60 ദിവസത്തിൽ ഞാനിപ്പോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിലബസ് ഒക്കെ എടുത്തു വെച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻവോൾവ്മെന്റ് വരുമ്പോൾ ഈ കറക്റ്റ് ഈ 60 ദിവസത്തെ പ്ലാന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ MLT എന്ന് കൊടുത്തിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാഞ്ഞത് MLT നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുന്നു ആ രീതിയിൽ പ്ലാൻ ചെയ്ത് പോവാന്നുള്ളത് കൊണ്ടാണ്. എത്ര ദിവസം കൊണ്ട് തീർക്കാന്നുള്ള ആ ഒരു ചാർട്ടും കൂടെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് വർക്കൗട്ട് ആവും എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ഓരോ സബ്ജക്റ്റും പ്രയോറിറ്റൈസ് ചെയ്യുക, നമുക്ക് നോട്ട്സ് ഉണ്ടാക്കുക, എല്ലാ ഇക്വേഷൻസ് ഒക്കെ ഉള്ളത്, കാരണം ഫിസിക്സ് കെമിസ്ട്രി മാത്സിനൊക്കെ ഇക്വേഷൻസ് ഉള്ളതെല്ലാം അതത് രീതിയിൽ പഠിക്കുക. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് റിവൈസ് ചെയ്യുക. പിന്നെ നമ്മൾ അക്കാഡമിയിൽ തന്നെ മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് അറ്റൻഡ് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ ഏണസ്റ്റ് അക്കാഡമി കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാം. കോണ്ടാക്ട് നമ്പേഴ്സ് ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ എല്ലാവരും ഇന്നത്തെ ഒരു സിലബസ് ഡിസ്കഷനും ഒരു സ്റ്റഡി പ്ലാനും മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷനും എത്ര ദിവസം കൊണ്ട് നമുക്ക് ഒരു ടോപ്പിക്ക് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഏറെക്കുറെ ഒരു ഐഡിയ ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാവർക്കും കൺവിൻസ് ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫ്രം ഏണസ്റ്റ് അക്കാഡമി.